തീർച്ചയായും നമ്മുടെ ചാനലും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ വൃക്ക ബാങ്കിങ് സിസ്റ്റത്തെ കുറിച്ച് അത് കൊച്ചൂസപ്പെട്ടിന്റെ ഓപ്പറേഷൻ വന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു ബാങ്കിങ് സിസ്റ്റം. അത് കൊച്ചൂസപ്പെട്ടും വൃക്ക കൊടുത്തത് ജോയിക്കാണ്. ജോയിയുടെ ഭാര്യ ജോളിയോട് പറഞ്ഞിരുന്നു, നിങ്ങൾ വേറൊരാൾക്ക് വൃക്ക കൊടുക്കണം. ജോളി തയ്യാറായി. ജോലി കൊടുത്തത് അരുൺ രാജിനാണ്. അരുൺ രാജിന്റെ അമ്മയോട് പറഞ്ഞിരുന്നു, ലീലയോട് പറഞ്ഞിരുന്നു, നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കണം. അവരിതേ മുരളീധരന് കൊടുത്തു. ഇനി മുരളീധരൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കണം. സോ ഈ സിസ്റ്റം നമ്മൾ ഈ ബാർട്ടർ സിസ്റ്റം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന, ഇതിൻ്റെ ഇടയിൽ പണം വന്ന് കയറിയിട്ടാണ് ഈ സമൂഹത്തിൻ്റെ നന്മ ഇല്ലാണ്ടാക്കിയത്. സമ്പത്താണ് ഈ പണമാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. പരസ്പര സ്നേഹമായിരുന്നെങ്കിൽ ഒരു കലഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്നേഹം ഇന്ന് പോയി. ഇന്ന് മനുഷ്യന് സാമ്പത്തിക ലാഭങ്ങളായി എല്ലാ കാര്യങ്ങളിലും. ഈ അവയവം കൊടുക്കുന്ന ആൾക്കാരും ചിന്തിക്കുന്ന വല്ലവരും കിട്ടും വെച്ചാന്ന് ചോദിക്കുന്നത്. ഇത് മരിച്ചു കഴിഞ്ഞിട്ടേ എൻ്റെ അവയവം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർക്ക് വല്ലതും കിട്ടുമോ എന്ന് പോലും ചോദിക്കാൻ പരിശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചിലവൊന്നും നോക്കില്ല. അതൊക്കെ കിട്ടുന്ന രോഗികളാണ്. ബ്രെയിൻ ഡെത്തിനെ കുറിച്ചാണ് ആൾക്കാരുടെ കൺഫ്യൂഷൻ. ആ ബ്രെയിൻ ഡെത്ത് എപ്പോഴാണ്? അതിഞ്ഞ് വേറെ ചർച്ചകളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഞാനതൊന്നിലേക്ക് ഇറങ്ങില്ല. ഞാൻ ആലോചിക്കുന്നത് ഈ കരയുന്ന മനുഷ്യൻ്റെ വേദന കണ്ടതുകൊണ്ടാണ്. അതായത് ഒരു വൃക്കരോഗി വന്നിട്ട് പറയുന്നു, ഫാദറെ എനിക്ക് മൂത്രം ഒഴിക്കാൻ കൊതിയാവുന്നു. 12 വർഷം അയാൾ യൂറിൻ പാസ് ചെയ്തിട്ട്. ഇവരുടെയൊക്കെ വേദനകളൊക്കെ അതൊക്കെയാണ് കാണണം. നമ്മൾ ഒരു മകൾ വന്നിട്ട് പറയുന്നു, അച്ഛനോട് വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പാടുള്ള വൃക്കരോഗി. എന്നിട്ട് അച്ഛൻ കട്ട് കുടിക്കണം. അച്ഛൻ വെള്ളം കട്ട് കുടിക്കുന്നു. ഞാൻ വെച്ചത് എങ്ങനെ വെള്ളം മാറ്റി വെച്ചൂടെ? അല്ല വെച്ചു അപ്പനെ കുളിപ്പിക്കുമ്പോൾ അപ്പം വാ തുറക്കുക, എന്നിട്ട് ആ വെള്ളം കുടിക്കുക. കൊതിയുണ്ട്. അത്രയധികം വേദനിക്കുന്നവരെ വൃക്കരോഗികൾ. അത് ഇന്ന് കുറേ മനസ്സിലാക്കിയിട്ടോ, സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒത്തിരി പേരെ സഹായിക്കാൻ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാമ്പത്തികം തന്നിട്ട് തന്നെ സഹായിക്കാൻ ഒത്തിരി പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ഈ സമൂഹത്തിൻ്റെ നന്മയൊന്നും ഒരിക്കലും നമ്മൾ മറച്ചു വയ്ക്കേണ്ട. എത്ര ഇരുട്ടും തിന്മയും ലോകത്തുണ്ടായാലും സൂര്യൻ രണ്ടാമത് ഉദിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് ഒത്തിരി സൂര്യനുകൾ ഈ ലോകത്ത് ഉദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യം നന്നാവും, നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിലെത്തും. തമിഴ്നാടാണിപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. 3 വർഷമായി അവർ ആയിരക്കണക്കിന് അവയവങ്ങളെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. കേരളം ഒരു 10 വർഷം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അവയവങ്ങൾ ദാനം ചെയ്ത ഒരു സംസ്ഥാനമായിട്ട് മാറണം. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി എല്ലാ സഹായങ്ങളും ചെയ്യും. എല്ലാ മിനിസ്റ്റേഴ്സ്, MLA-മാരും, എല്ലാ ജനപ്രതിനിധികളും, സംഘടനാ നേതാക്കളും, മത മേലധ്യക്ഷന്മാർ എല്ലാവരും അതിന് തയ്യാറായിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഫാദർ പറഞ്ഞില്ല, അവിടെ നിന്നുള്ള റിപ്പോർട്ട് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. തമിഴ്നാട്ടിലെ കാട്ട്പാടിയിൽ മലയാളി വിദ്യാർത്ഥിനി വൃക്കരോഗം മൂലം ബുദ്ധിമുട്ടുന്നു. അന്തർ സംസ്ഥാന അവയവ മാറ്റ നടപടിക്രമങ്ങളിലെ സങ്കീർണതയാണ് വൃക്ക മാറ്റിവെക്കലിന് തടസ്സമാകുന്നത്. കാട്ട്പാടി സ്ഥിരതാമസമാക്കിയ 19-കാരിയായ മിലൻ റപ്പോസിലാണ് വൃക്കരോഗം മൂലം ബുദ്ധിമുട്ടുന്നത്. 5 വർഷം മുമ്പ് രോഗലക്ഷണം കണ്ടെത്തിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ചികിത്സിക്കാനായില്ല. സന്നദ്ധ സംഘടനയായ ഡീഡ് ഫോർ ലൈഫിൻ്റെ ധനസഹായത്തോടെ കഴിഞ്ഞ 1.5 വർഷമായി ഡയാലിസിസ് ചെയ്യുന്നു. മാസം 20,000 രൂപയാണ് ചെലവ്. നാട്ടിലുള്ള ബന്ധു വൃക്ക നൽകാൻ തയ്യാറാണ്. എന്നാൽ അന്തർ സംസ്ഥാന അവയവമാറ്റ നടപടിക്രമങ്ങൾ കാലതാമസമുണ്ടാക്കുന്നു. അവൻ മലയാളി, நான் ഇവിടെ ജനിച്ചു വളർന്നതിനാல தமிழ். ஸோ மலையாளிஸ் இங்கே டிரான்ஸ்பிளான்ட் பண்ண முடியாது. இப்போ நான் கேரளாக்கு போயும் டிரான்ஸ்பிளான்ட் பண்ண முடியாது. ஸோ ലീഗലി நிறைய പ്രോബ്ലം വരും. 2 വർഷം മുമ്പ് പിതാവ് വിസ്രി ജോസഫ് മരിച്ചു. അനുജത്തി 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന അമ്മ ഗ്രേസാണ് കുടുംബത്തിൻ്റെ ഏക ആശ്രയം. രോഗം ഭേദമാക്കാൻ സന്മനസ്സുകൾ സഹായിക്കുമെന്നാണ് ഈ 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പ്രതീക്ഷിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. ഈ കണ്ട പോലത്തെ ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ മുഖ്യമന്ത്രിയോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അതായത് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ഈ സ്റ്റേറ്റിലേക്ക് ഒരു വൃക്ക കടന്നു വരാൻ സ്റ്റേറ്റുകൾ തമ്മിലുള്ള കമ്മിറ്റികൾ ഉണ്ടാകണം. ഇപ്പം നമ്മൾ ക്രോസ് ഡൊണേഷൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് കിഡ്നി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ ഗ്രൂപ്പ് ചേരില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിനുള്ള പോംവഴിയാണ് ആദ്യത്തെ മാനവ കാരുണ്യ യാത്രയെ കണ്ടെത്തിയത്. മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഈ കുടുംബത്തിലേക്കും, ഈ കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്കും ഇവർക്ക് യോജിച്ച് കൊടുക്കുക. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് പറ്റും. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഇത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ രോഗിക്ക് B പോസിറ്റീവ് വേണം, അവർക്ക് A ഉണ്ട്. അപ്പം നമ്മൾ പറയുന്നു നിങ്ങളുടെ A കേരളത്തിലേക്ക് വരട്ടെ, B തമിഴ്നാട്ടിലേക്ക് പോകട്ടെ. പക്ഷേ അത് ഇന്ന് നടപ്പിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ഇന്നും ബുദ്ധിമുട്ടാണ്. ഇതിനേക്കാൾ അപ്പുറത്തുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് ഒക്കെ വിളിക്കുന്നുണ്ട്, UK എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ക്രോസ് ഡൊണേഷൻ വേണ്ടിയിട്ട്. അതിന്ന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ പലരും വിളിക്കുന്നത്, ഞാൻ പറഞ്ഞു സംസ്ഥാനങ്ങൾ തമ്മിൽ എങ്ങനെ അതും ഇതുവരെ പരിഹരിക്കാനായിട്ട് സ്റ്റേറ്റിൻ്റെ അധികാരികൾ ഇടപെട്ടാലേ പറ്റുള്ളൂ. ഇപ്പോൾ
അപ്പോൾ ഇത് ഈ കുട്ടിയുടെ കാര്യം വളരെ റീസണബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ കൊച്ചിന് ചിലപ്പോൾ ഡോണർ ഉണ്ടായിരിക്കാം, ഗ്രൂപ്പ് ചേരുണ്ടാവില്ല. അപ്പോൾ അതും ഞാൻ പറയുക, സർക്കാർ മുൻകൈ എടുക്കണം. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒക്കെ തയ്യാറ്. ഇപ്പോൾ ഒരു 100 പേർക്ക് ഇങ്ങനെ പരസ്പരം കിഡ്നികൾ കൈമാറാനാണ് നമുക്ക് സാധിച്ചത്. പക്ഷേ ഇൻ്റർ സ്റ്റേറ്റ് ബസ്സും ട്രാവൽസൊക്കെ ഇല്ലേ, അതേപോലെ ഇൻ്റർ സ്റ്റേറ്റ് ഒരു എക്സ്ചേഞ്ച് നടക്കട്ടെ. അതിന് സർക്കാർ മുൻകൈ എടുത്താൽ തീർച്ചയായിട്ടും അതും വലിയൊരു സൗഹൃദം ഉണ്ടാക്കില്ല. നമ്മൾ ശരിക്കും ഈ രംഗത്തെ വികലപ്പെടുത്തുന്നത് മാഫിയകൾ കൂടിയാണ്. ചെല്ലുമ്പോൾ ഇവരെ തനിച്ചാണ് ഇൻ്റർവ്യൂവിന് കയറ്റുക. ഞാൻ തനിച്ച ഇൻ്റർവ്യൂ ചെല്ലുക. അപ്പോൾ ആ കമ്മിറ്റി ചോദിക്കുക, അപ്പോൾ എങ്ങനെയാണ് കിഡ്നി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് വല്ല പേടിയുണ്ടോ? പെട്ടോ ആക്ക് പറഞ്ഞാൽ മതി, എനിക്ക് ഭയങ്കര പേടിയാണ്. ഓക്കെ, നിങ്ങൾ പൊക്കോ, റിജക്റ്റ് ചെയ്തു. എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൈക്കോളജിക്കലി ഫിറ്റ് അല്ല. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യും? എല്ലാ കാശും വാങ്ങിച്ച് അറ്റം വരെ എത്തി അവസാനം അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ സിമ്പിളായിട്ട് പറയാം, എനിക്ക് പേടിയാണ്, അയ്യോ എനിക്ക് ഭയങ്കര പേടിയാണ്, റിജക്റ്റായി. അപ്പോൾ കമ്മിറ്റി റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞ ആൾ മിസ്സായി. ഇനി അങ്ങനെയല്ലാതെ പണം വാങ്ങിച്ച് അതൊക്കെ പറയാമെന്ന് വെച്ചാൽ എന്ത് സമൂഹം അതൊന്നും മനസ്സിലാക്കാത്തത്. അല്ലാതെ നമ്മളിപ്പോൾ അതിന് നിയമ നടപടിക്കൊന്നല്ല, പക്ഷെ അത് ശരിയല്ല, ക്രൂരതയാണ് കാണിക്കുന്നത്. അത് ചെയ്യരുതെന്ന് ഞാൻ കൈകൂപ്പി എന്നെ കാണുന്നവരോട് പറയും, ചെയ്യരുത് നിങ്ങൾ. കാരണം അനുദിനം എൻ്റെ അടുത്ത് വന്ന് കരയുന്നവരുടെ എണ്ണം, അച്ചു 5 ലക്ഷം പോയി വെച്ചു, അച്ഛൻ എന്താ വെച്ചാൽ ഞാൻ നിങ്ങളെ അത് പോലീസിന് പോലും പറയാൻ പറ്റില്ല. ഇതൊക്കെ പല ഹോസ്പിറ്റൽസിനും ഇതിലെ പങ്കില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം വെച്ചാൽ അതിന് പോയാൽ എൻ്റെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം പകുതിയിലേറെ പേര് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. എനിക്ക് ആരോടും ഞാൻ എതിരല്ല. കാരണം ആൾക്കാർ വിചാരിക്കും അച്ഛനിപ്പോൾ മാഫിയക്കെതിരെ ഒന്നിനോടും ഞാനെതിരല്ല. എനിക്ക് ചെയ്യാവുന്നത് നന്മ ചെയ്യണത് മാത്രമേ ഉള്ളൂ. ഞാനൊരു ചെറിയ മനുഷ്യൻ വല്ല ജന്മം ചെയ്ത് ഞാൻ മരിച്ചു പൊക്കോട്ടെ, അല്ലാണ്ട് ആരോടും ഞാൻ എതിരില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ പലതരത്തിൽ ആൾക്കാർ പറയാം, അച്ഛൻ എന്തിനെതിരെ നടക്കണേ, അച്ഛൻ പള്ളിയിൽ പോയിരുന്നു. ഞാൻ ആലോചിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ആൾക്കാരുടെ ഭാഗത്തുനിന്ന് പലതരത്തിൽ പ്രതികരണങ്ങളാണ്. അത് അവരവരുടെ കുടുംബത്തിൽ വരുമ്പോഴാണ്, അവരവരുടെ ശരീരത്തിൽ വരുമ്പോഴാണ് ആ വേദന വരിക. എന്തോ ദൈവം നിയോഗിച്ചു വെച്ചിരിക്കുന്നു, അതിൻ്റെ ജീവിതം കഴിയുന്നത് വരെ ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി ചോദിക്കാം. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അച്ഛൻ പറയേണ്ട ഒരു കാര്യം കൂടി അവർ അറിയാൻ ആഗ്രഹിക്കുന്നു. മിക്കപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഭയന്ന് കുടുംബാംഗങ്ങൾക്ക് പോലും വൃക്കദാനം ചെയ്യാനായിട്ട് പലരും തയ്യാറാവില്ല. അപ്പോൾ ഈ അവയവദാനം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ഡോക്ടേഴ്സ് എത്ര പേരുടെ തള്ളിയിട്ടാണെന്ന് ഒരു പേഷ്യൻ്റ് ഒരു ഡോണർ അവർ സെലക്ട് ചെയ്യുന്നത്. ഈ ശാരീരികമായി യാതൊരു ബുദ്ധിമുട്ടുകളും ഒരു ശരീര അവയവങ്ങൾക്ക് ഇല്ല എന്ന് കൺഫേം ചെയ്തിട്ട് റീകൺഫേം ചെയ്തിട്ട് ഒരു ഡോണർ അവർ സെലക്ട് ചെയ്യുള്ളൂ. സോ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ, കൊച്ചുബസവൻ്റെ കാര്യം 3-4 പ്രാവശ്യം ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് അവർ ചെയ്തത്. കാരണം വെച്ചാൽ ഒരു ഡോണർക്ക് ഒരു ഡാമേജ് വന്നാൽ ഇനി നാളെ ഒരു ഡോണർ ഉണ്ടാകില്ല. കാരണം വെച്ചാൽ ഇത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ 3 വർഷം, ഈ സെപ്റ്റംബർ മുതൽ 3 വർഷമാവാണ്. അന്ന് അതിന് ശേഷം ഇന്ന് എൻ്റെ ഒരു ജീവിതത്തിലുണ്ടായിട്ടുള്ള എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള എനർജി 100% എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശാരീരികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇതിൻ്റെ പേരിലുണ്ടായിട്ടില്ല, ഇതിൻ്റെ പേരിലെന്നല്ല ഒന്നിൻ്റെ പേരിലുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണയാണ്, തികച്ചും അത് തിരുത്താൻ വേണ്ടിയിട്ട് തന്നെ കൊച്ചുബസവ വെളി കൂടി കൊടുത്തതും ഇന്ന് സമൂഹത്തിൽ ഒത്തിരി പേര് വരുന്നു. പക്ഷേ എല്ലാവർക്കും പറ്റില്ല. കാരണം ശാരീരികമായിട്ടുള്ള പക്വത ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ശാരീരികമായിട്ട് ഈ വൃക്കദാനം ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. ഈ യാത്ര എന്ന് തുടങ്ങും? സെപ്റ്റംബർ 30 കാസർഗോഡ് തൊട്ട് നമ്മൾ തുടങ്ങിയത്. എല്ലാ ജില്ലകളിലും 100-100 പേരടങ്ങുന്ന കമ്മിറ്റികളായി കഴിഞ്ഞു. അവരെ ചെയ്യുന്നത് എല്ലാ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈ ബോധവൽക്കരണം നടത്തി, ഡോർ ടു ഡോർ ബോധവൽക്കരണം നടത്തി, അവയവദാന സമ്മതപത്രം എഴുതി സൈൻ ചെയ്യിച്ച് വാങ്ങിച്ച് ഈ ഒക്ടോബർ 20 തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 10 ലക്ഷം ഫോംസ് നമ്മൾ കളക്ട് ചെയ്ത് അതിനെല്ലാ മീഡിയാസും, ഈ മനോരമ അതുപോലെ തന്നെ എല്ലാ പത്രമാധ്യമങ്ങളും എല്ലാ മീഡിയാസും എല്ലാവരും ഇതിലൂടെ സഹകരിച്ചിട്ടുണ്ട്. അതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഡൽഹിയിൽ വെച്ചിട്ട്. അപ്പോൾ ഡൽഹി മലയാളികൾ പറഞ്ഞിട്ടുണ്ട്, ഫാദറെ ഞങ്ങൾക്ക് 3 ദിവസം അവിടെ തരണം. ഒരു മാനവകാരുണ്യ യാത്ര ഡൽഹിയിൽ നടത്തി ഞങ്ങൾ അവിടുന്ന് 1 ലക്ഷം ഫോംസ് കളക്ട് ചെയ്ത്. ശരിക്കും മലയാളികളുടെ ആ നന്മ ഞാൻ കാണുകയാണ്. കാരണം ഈ കാര്യം ചെന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തിനും, അപ്പോൾ അതിന് ഞാനൊരു മലയാളിയായ ഇതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം ഒരു പുരോഹിതൻ പറയുമ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് അവർ പുരോഹിതൻ പറയുമ്പോൾ തന്നെ അവർക്കൊരു ഇതുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്തിട്ട് പറഞ്ഞാൽ അതേതും മനുഷ്യനും അത് വിശ്വസിക്കും. അത് അന്ന് അവിടെ നമ്മൾ ആ ഫംഗ്ഷൻ വലിയൊരു ഫംഗ്ഷനായിട്ടാണ്, അതായത് ഒരു റെക്കോർഡായിട്ടാവും വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ലോകത്തിൽ ഇതുവരെ ഒരു രാജ്യത്തും ഇങ്ങനെ ഒരു അവയവദാനത്തിൻ്റെ പ്രൊമോഷൻ ഇത്രയും മാസീവായിട്ടുള്ള തരത്തിൽ ചെയ്തിട്ടില്ല. അത് ഏഷ്യൻ്റ് എന്ന് പറയുന്ന ഈ ശക്തമായിട്ടുള്ള ഈ മാധ്യമത്തിന് ക്യാൻ ക്രിയേറ്റ് എ മിറക്കിൾ. അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് കൂടെ ആയിരിക്കാം. എന്നെ കേട്ടവരോടൊക്കെ നന്ദിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. ആ പ്രാർത്ഥന എൻ്റെ ആയുസ്സിന് വേണ്ടിയിട്ട് വേണ്ട. എൻ്റെ ആയുസ് ഞാൻ
ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾ ഈ വൃക്കരോഗികളുടെയും അവയവം കിട്ടാതെ കിടന്ന് പിടയുന്ന മനുഷ്യർക്കും വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രാർത്ഥിക്കണം, പക്ഷേ എൻ്റെ ആയുസ് നീളണം, അതില്ല എനിക്ക്. ആയുസ് എനിക്ക് നീളണമെന്ന ആഗ്രഹം ഇല്ല. പക്ഷേ ഇത്രയും നാൾ ഞാൻ ജീവിച്ചില്ലേ, പക്ഷേ എത്രയോ പേർക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അവർക്ക് വേണ്ടി ജീവിതത്തിൽ ആയുസ് തന്നെ കളയേണ്ടി വന്നാലും എനിക്ക് യാതൊരു പ്രയാസമില്ല. വളരെ സന്തോഷത്തോടെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് അവരുടെ വേദന വളരെ വലിയ വേദനയാണ്. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പ്രഭാതത്തിലൂടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ കേൾക്കണം, അതിനോട് സഹകരിക്കണം, പറ്റാവുന്ന എല്ലാ തരത്തിലും സഹകരിക്കണം. വളരെയധികം നന്ദി ഫാദർ. തീർച്ചയായും ഏഷ്യാനെറ്റ് ന്യൂസും ഈ മാനവകാരുണ്യ യാത്രയ്ക്കൊപ്പം അച്ഛൻ്റെ ഈ നല്ല പ്രവൃത്തിക്കൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകും. മാനവകാരുണ്യ യാത്രയിലൂടെ കൂടുതൽ പേരിലേക്ക് സന്ദേശം എത്തിക്കാൻ അച്ഛൻ ഇനിയും വർഷങ്ങളോളം ജീവിച്ചിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്തിയതിന് ഒരു മാനവികത, അതാണ് മാനവകാരുണ്യം. അത് മാനവികത. നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഏത് ജാതി മതത്തിൽപ്പെട്ടവരാണെങ്കിലും. കാരുണ്യം, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഗുണമാണ് കാരുണ്യം. മാനവികതയും കാരുണ്യവും നിറഞ്ഞ ഒരു കേരളം. വളരെയധികം. ഇനി ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക്